എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 48ാമത്തെ സർഗത്തിൽ 14 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തുടങ്ങിയ കഥ മിഥിലയിലെ ഉപവനത്തിൽ കൂടെ നടക്കുമ്പോൾ ആൾപ്പാർപ്പൊന്നുമില്ലാത്തതായിട്ടുള്ള ഒരു ആശ്രമം കണ്ടിട്ട് അവിടെ അത്ര സുന്ദരമായിട്ടുള്ള പ്രദേശത്ത് എന്തുകൊണ്ടാണ് ആരും ഇല്ലാത്തത് എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് വിശ്വാമിത്രൻ പറയാൻ പോണത്. നമുക്ക് 14ാമത്തെ ശ്ലോകം നോക്കാം. ഹന്തതേ കഥയിഷ്യാമി ശൃണു തത്വേന രാഘവ യസ്യൈതദാശ്രമപദം ശബ്ദം കോപാൻ മഹാത്മന. ഹന്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹന്ത എന്നുള്ളതിന് കഷ്ടമെന്നോ അത്ഭുതമെന്നോ ഒക്കെ അർത്ഥം പറയാം. ഇവിടെ കഷ്ടത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ഏതായാലും ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. തേ കഥയിഷ്യാമി, ഞാനിതാ നിനക്ക് പറഞ്ഞു തരാം. തത്വേന ശൃണു രാഘവ, അല്ലയോ ശ്രീരാമ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ശ്രദ്ധയോടുകൂടിയിട്ട് കേട്ടാലും. എന്തൊക്കെയാ പറയാൻ പോണത് എന്ന് പറയാണ്. യസ്യ ഏതത് ആശ്രമപദം, ഇത് ആരുടെ ആശ്രമമായിരുന്നു എന്നുള്ളതും, യസ്യ മഹാത്മനഃ കോപാത് ശബ്ദം, ഏതൊരു മഹാത്മാവിൻ്റെ കോപം കാരണം ശപിക്കപ്പെട്ടതായി തീർന്നുവോ ഈ ആശ്രമം എന്നുള്ള കഥകളൊക്കെയാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോണത്. വളരെയധികം ശ്രദ്ധിച്ചു കേട്ടോളൂ. കഥ ഞാൻ പറയാൻ തുടങ്ങുകയാണ്. ഈ ആശ്രമത്തിൻ്റെ ഒരു പൂർവ്വചരിത്രം എന്താണ് എന്നുള്ളത് പറയാണ്. നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മനഃ ആശ്രമോ ദിവ്യസങ്കാശ സുരൈരപി സുപൂജിത. ഈ ആശ്രമം ആരുടെയായിരുന്നു? അതാണ് അല്ലയോ നരശ്രേഷ്ഠ, അല്ലയോ ശ്രീരാമചന്ദ്ര. ഗൗതമസ്യ മഹാത്മന ഗൗതമസ്യ പൂർവം ആസീത് അയം ആശ്രമ. ഈ ആശ്രമം ഉണ്ടല്ലോ, അത് ഗൗതമ മഹർഷിയുടെ ആശ്രമം ആയിരുന്നു പണ്ട്. അതാണ് പൂർവം ആസീത്. മഹാത്മാവായിട്ടുള്ള ഗൗതമ മുനിയുടെ ആശ്രമസ്ഥാനമായിരുന്നു ഇത്. അത് ദിവ്യസങ്കാശ, ഒരു ദിവ്യമായിട്ടുള്ള പ്രദേശമായിരുന്നു. സ്വർഗം പോലെയൊക്കെ തന്നെ അത്രയ്ക്ക് ദിവ്യത്വം ഈ ഒരു പ്രദേശത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരൈഹി അഭി പൂജിത സുപൂജിത, ദേവന്മാർക്ക് പോലും ഏറ്റവും അഭിവന്ദ്യമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ഗൗതമ മുനിയുടെ പ്രദേശമായിരുന്നു. എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ദേവന്മാർക്ക് പോലും വളരെ ബഹുമാനമായിരുന്നു ഈ പ്രദേശത്തിനോട് ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ വർണ്ണിച്ചത്. എന്നിട്ട് ആ ഗൗതമ മുനി എന്താണ് ചെയ്തത്? അതാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സചാത്ര തപ ആദിഷ്ഠത ഹല്യാ സഹിതഃ പുരാ വർഷഭൂഗാന്യനേകാനി രാജപുത്ര മഹായശ. അല്ലയോ രാജപുത്ര, അല്ലയോ രാജകുമാര ശ്രീരാമചന്ദ്ര, ഇവിടെ അത്ര അസ്മിൻ ആശ്രമപദേ, ഈ ഒരു ആശ്രമത്തിൽ സഹ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആള് ഗൗതമ മുനി, അഹല്യാസഹിത പുര ആതിഷ്ഠത് തപഃ ആതിഷ്ഠത്. അഹല്യാസഹിത, അഹല്യയോടുകൂടി ചേർന്നുകൊണ്ട് വളരെ കാലം പണ്ട് ഇവിടെ തപസ് ചെയ്തിരുന്നു. അതാണ് തപ ആതിഷ്ഠത് എന്ന് പറഞ്ഞത്. ഇവിടെയാണ് ഗൗതമ മുനി അഹല്യയോടുകൂടി വസിച്ചിട്ട് തപസ് ചെയ്തിരുന്നത്. എത്ര കാലം? വർഷഭൂഗാന്യനേകാനി, അനേകാനി വർഷഭൂഗാനി, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് അധികം വർഷങ്ങൾ. വർഷഭൂഗങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം വർഷങ്ങൾ. അതേ അർത്ഥം തന്നെയാണ് അനേകാനി എന്ന് പറയണത്. അതൊരു പ്രത്യേകതരം പ്രയോഗമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് കാലം, ആർക്കും അത് എണ്ണം കണക്കാക്കാൻ തന്നെ പറ്റില്ല. അത്രയ്ക്കധികം കാലം മഹായശസ്വിയായിട്ടുള്ള ആ ഗൗതമ മഹർഷി അഹല്യയോട് കൂടിയിട്ട് ഇവിടെ തപസ് ചെയ്യാനുണ്ടായത്. അങ്ങനെ ഒരിക്കൽ എന്ത് സംഭവിച്ചു? അടുത്തത് 3 വരികളിലാണ് പറയണത്. കഥാചിത് ദിവസേ രാമ തതോ ദൂരം ഗതേ മുനൗ തസ്യാന്തരം വിദിത്വാച സഹസ്രാക്ഷശചീപതി മുനിവേഷധരോ ഭൂത്വാ അഹല്യാമിതമബ്രവീത്. കഥാചിത് ദിനേ എന്നും ആവാം, കഥാചിത് ദിവസേ എന്നും ആവാം. 2 പാഠങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മുനൗ ദൂരം ഗതേ സതി തതഹ, അവിടെ നിന്ന്, അതായത് ആ ആശ്രമത്തിൽ നിന്ന്
മുനി ദൂരേക്ക് പോയപ്പോൾ, സതിസപ്തമിയാണ് അല്ലയോ ശ്രീരാമ, ഗൗതമ മഹർഷി എന്തോ ഒരാവശ്യത്തിന് ദൂരേക്ക് പോയപ്പോൾ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് രാവിലെ ആയപ്പോൾ സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സരയൂ നദിയിലേക്ക് പോയിന്നൊന്നും പറയണില്ല. ഇവിടെ പറയണ കഥ ആശ്രമത്തിൽ ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഗൗതമ മഹർഷി ദൂരേക്ക് എവിടേക്കോ പോയി. തസ്യ അന്തരം വിദിത്വ, അവിടെ കുറച്ച് നേരത്തേക്ക് ഗൗതമ മഹർഷി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സഹസ്രാക്ഷ ശചീപതി, സഹസ്രാക്ഷനായിട്ടുള്ള ശചീപതി, സഹസ്രാക്ഷൻ 1000 കണ്ണുകളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആ ശചീപതിയായിട്ടുള്ള ഇന്ദ്രൻ, ദേവേന്ദ്രൻ, മുനിവേഷധരോ ഭൂത്വ, മുനിവേഷം ധരിച്ചിട്ട് അവിടെ വന്നിട്ട് അഹല്യയുടെ അടുത്ത് വന്നിട്ട് അഹല്യാം ഇതം അബ്രവീത്, അഹല്യയോട് ഇപ്രകാരം പറഞ്ഞു. ഈ അഹല്യയുടെ പ്രത്യേകത എന്താണ് എന്നാണെങ്കിൽ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീരത്നമായിരുന്നു അഹല്യ. ഇവിടെ കഥ പറയാണ്, ബ്രഹ്മപുരാണത്തിൽ അഹല്യയെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ സുന്ദരിയായിട്ടുള്ളൊരു പുത്രിയായിരുന്നു അഹല്യ. ആ അഹല്യയെ ലഭിക്കാൻ ദേവന്മാരും ദിക്പാലകന്മാരും മറ്റും ആഗ്രഹിച്ചു. ആരാണോ ഭൂമിക്ക് ചുറ്റും 3 തവണ പ്രദക്ഷിണം ചെയ്തു വരണത്, ഒന്നാമതായിട്ട് ഇവിടെ എത്തണത്, ആ ആൾക്ക് അഹല്യയെ കൊടുക്കും എന്ന് ബ്രഹ്മാവ് ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഗൗതമ മുനി നാരദ മഹർഷിയുടെ അഭിപ്രായം അല്ലെങ്കിൽ ഉപദേശമനുസരിച്ച് കാമധേനു എന്ന സ്വർഗലോകത്തെ പശുവിനെ 3 തവണ പ്രദക്ഷിണം വച്ച് ആദ്യം വന്നിട്ട് ഈ അഹല്യയെ വിവാഹം കഴിക്കുകയാണ് ഉണ്ടായത്. അതിനൊരു കാരണം പറഞ്ഞത് ലോകം മുഴുവനും കാമധേനുവിൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ കാമധേനുവിനെ വലം വച്ചാൽ, പ്രദക്ഷിണം വച്ചാൽ ലോകം മുഴുവനും ചുറ്റിയതുപോലെ ആയി എന്നുള്ള ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് ഗൗതമ മഹർഷി അവിടെ വരികയും അങ്ങനെ അഹല്യയെ പരിണയിക്കുകയുമാണ് ചെയ്തത് എന്നാണ് കഥ. അപ്പോൾ പണ്ടേ തന്നെ ഇന്ദ്രാദി ദേവന്മാരൊക്കെ കണ്ണുവച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അഹല്യ, അതിസുന്ദരിയാണ്. അപ്പോൾ തൽക്കാലം ആ നേരത്ത് ഗൗതമൻ അവിടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മുനിയുടെ വേഷമൊക്കെ സ്വീകരിച്ചിട്ട് അവിടേക്ക് അഹല്യയുടെ അടുത്തേക്ക് ഇന്ദ്രൻ വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ അഹല്യയോട് പറയാണ്, 18ാമത്തെ ശ്ലോകം നോക്കാം. ഋതുകാലം പ്രതീക്ഷന്തേ നാർത്ഥിനസ്സു സമാഹിതേ സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ. സാധാരണ പുരുഷന്മാരെ സ്ത്രീകളുമായിട്ടുള്ള സംയോഗത്തിന് ഋതുകാലമൊക്കെ നോക്കും. അതായത് ആർത്തവകാലത്തൊന്നും സ്ത്രീകളുടെ അടുത്തേക്ക് പോവാറില്ല, പോകാനും പാടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയങ്ങളിലാണ് സ്ത്രീകളുടെ അടുത്തേക്ക് പുരുഷന്മാർ ചെല്ലാറുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് പെട്ടെന്നൊരാവശ്യത്തിന് ഓടി വന്നതുപോലെയായി ഇന്ദ്രൻ. ഒരു ലാക്ക് കണ്ടു വന്നതാണ്. തൽക്കാലത്തേക്ക് മുനി അവിടെ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അഹല്യയുമായിട്ടുള്ള സമാഗമം ഇച്ഛിച്ചുകൊണ്ട്, എത്രയും പെട്ടെന്ന് ഒരു സമാഗമം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ വരണത്. അതുകൊണ്ട് ഇന്ദ്രൻ പറയാണ്, ഋതുകാലം അർത്ഥിനഃ ന പ്രതീക്ഷന്തേ. കാമം അർത്ഥിച്ചു വരുന്നവർ ഇത് ഋതുകാലമാണോ, ആർത്തവമുള്ള കാലമാണോ, നിന്നെ സ്പർശിക്കാൻ പാടുമോ എന്നുള്ളതൊന്നും ആലോചിക്കാറില്ല, അല്ലയോ സുസമാഹിതേ. സുസമാഹിത എന്ന് പറഞ്ഞാൽ സുന്ദരി, വേണ്ടതുപോലെ ബ്രഹ്മാവ് അതിസുന്ദരിയായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അഹല്യേ, നിന്നെ ഞാനിപ്പോൾ നീയുമായിട്ട് എനിക്കൊരു സംഗമം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ. അതിസുന്ദരിയായിട്ടുള്ളവളെ, മധ്യമ എന്ന് വെച്ചാൽ അരക്കെട്ടെന്നൊക്കെയാണ് അർത്ഥം. സുന്ദരമായിട്ടുള്ള അരക്കെട്ടോടു കൂടിയവളെ, അതിസുന്ദരിയായിട്ടുള്ള അഹല്യയെ, നീയുമായിട്ട് ഒരു സമാഗമം, ഒരു രതിക്രീഡ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ അത് അഹല്യയ്ക്ക് മനസ്സിലായി. മുനിവേഷമൊക്കെ ധരിച്ചിട്ടാണ് വന്നത്. എങ്കിലും എന്താ സംഭവിച്ചത്? 19ാമത്തെ ശ്ലോകം നോക്കാം. മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന മതിം ചകാര ദുർമേധ ദേവരാജകുതൂഹലാത്. മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ, അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, മുനിവേഷമൊക്കെ ധരിച്ചിട്ടാണ് ഇന്ദ്രൻ വന്നത്. എങ്കിലും ഇന്ദ്രനെ മനസ്സിലായി അഹല്യയ്ക്ക്. അതാണ് മുനിവേഷം
അഭി എന്ന് വേണമെങ്കിലും പറയാം. മുനിവേഷമാണ് എങ്കിൽ പോലും സഹസ്രാക്ഷം വിജ്ഞായ, ഇന്ദ്രനെ മനസ്സിലാക്കിയവളായിട്ടുള്ള സാ ദുർമേധ, ആ ദുർബുദ്ധിയായിട്ടുള്ള അഹല്യ ദേവരാജ കുതൂഹലാത് മതിം ചകാര. ദേവരാജാവാണല്ലോ ഈ വന്നിരിക്കുന്നത്. താനുമായിട്ടുള്ള സമാഗമം ഇച്ഛിക്കുന്നത് കേവലം ഭൂമിയിലുള്ള ആൾക്കാരൊന്നുമല്ല, ദേവലോകത്തിൻ്റെ മുഴുവനും അധിപതിയായിട്ടുള്ള ദേവന്മാരുടെ മുഴുവനും രാജാവായിട്ടുള്ള ദേവേന്ദ്രനാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു മോഹത്തോടു കൂടിയിട്ട് ആ ദേവേന്ദ്രനുമായിട്ട് രതിക്രീഡ നടത്തുന്നതിന് മതിം ചകാര തീർച്ചയാക്കി. അതായത് അഹല്യയും ദേവേന്ദ്രന് അനുകൂലമായിട്ട് നിന്നു. അധ്യാത്മരാമായണത്തിൽ അങ്ങനെയൊന്നുമല്ല, മനസ്സിലായില്ല. ഗൗതമവേഷം സ്വീകരിച്ചു വന്ന ഇന്ദ്രനെ മനസ്സിലായില്ല എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻ ഒരു കോഴിയായിട്ട് നിന്ന് കൂവി. അങ്ങനെ നദി ഉണരുന്നതിന് മുമ്പ് തന്നെ ഗൗതമൻ സന്ധ്യാവന്ദനത്തിനായിട്ട് പോയി എന്നൊക്കെയാണ് കഥ. ആ തക്കം നോക്കിയിട്ടാണ് ഇന്ദ്രൻ ആശ്രമത്തിലേക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നേരിട്ട് വന്ന് പ്രണയാഭ്യർത്ഥന നടത്തി മുനിയുടെ വേഷമൊക്കെയാണ് ധരിച്ചത് എങ്കിലും ഇന്ദ്രദേവനെ അഹല്യയ്ക്ക് മനസ്സിലായി. അങ്ങനെ ആ ഇന്ദ്രനുമായിട്ട് കാമക്രീഡകൾ നടത്താം എന്ന് തീർച്ചപ്പെടുത്തിയത് കൊണ്ടാണ് അവളെ ദുർമേധസ് അഥവാ ദുർബുദ്ധി എന്നൊക്കെ വാൽമീകി മഹർഷി പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ചൊല്ലാം. ഹന്തതേ കഥയിഷ്യാമി ശൃണുതത്വേന രാഘവ, യസ്യൈതദാശ്രമപദം ശപ്തം ഗോപാൻ മഹാത്മന, ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മന, ആശ്രമോ ദിവ്യസങ്കാശ സുരൈരപി സുപൂജിത, സ ചാത്ര തപ ആതിഷ്ഠത ഹല്യാസഹിതഃ പുരാ, വർഷപൂഗാന്യനേകാനി രാജപുത്രമഹായശ, കദാചിദ്ദിവസേ രാമ തതോ ദൂരം ഗതേ മുനൗ, തസ്യാന്തരം വിദിത്വാ ച സഹസ്രാക്ഷശ്ച ജീവതി, മുനിവേഷധരോ ഭൂത്വാ അഹല്യാമിദമബ്രവീത്, ഋതുകാലം പ്രതീക്ഷന്തേ നാർത്ഥിനഃ സുസമാഹിതേ, സംഗമം ത്വഹമിച്ഛാമി ത്വയാ സഹ സുമധ്യമേ, മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ രഘുനന്ദന, മതിം ജകാര ദുർമേധ ദേവരാജകുതൂഹലാത്. സുന്ദരമായിട്ടുള്ള വർണ്ണനാത്മകമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.